നമുക്കിന്ന് ഒരു ട്രെയിൻ വാട്ടയിറ്റിനിടെ കണ്ടാലോ? എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വിശക്കും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. സാധാരണ ഉള്ളതിനേക്കാൾ വിശപ്പാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് കേട്ടോ. എപ്പോഴും അവിടെ പോയി കൈ എഴുതുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സാനിറ്റൈസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ടീമാട്ടി പോയപ്പം ട്രെയിനിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിങ്കോയുടെ നോറൂൾസും പിന്നെ ഒരു മാഡാങ്കിൾസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തിലെ ഇതാണ് ഞാൻ ആദ്യമേ കഴിച്ചത്. അതെല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് പാട്ടുമൊക്കെ കേട്ടങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരുന്നിരിക്കുന്നത് ഭയങ്കര ബോറാണ് കേട്ടോ. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാരണം എനിക്ക് തന്നെ ഒത്തിരി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പം ലെസ് വാട്ടർ മോർ കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നാറ്. പക്ഷേ ഈ വട്ടം ഒത്തിരി അങ്ങ് ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രാത്രിയിലത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ട്രെയിനകത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അല്ലെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യണം. ഈ വട്ടം ഓർഡർ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ട് പോയത്. പിന്നെ ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓയിലി ഫുഡ്സ് ഒന്നും കൈകൊണ്ട് കഴിക്കാൻ മാക്സിമം നോക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഡിസ്പോസിബിൾ സ്പൂണും എടുത്തിട്ടുണ്ടായിരുന്നേ. രാത്രിയിലത്തേക്ക് പിന്നെ അതായിരുന്നു കഴിച്ചത്. എനിക്ക് പിന്നെ തൊണ്ടയ്ക്ക് ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹോട്ട് വാട്ടർ ഓൾറെഡി എൻ്റെ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ അതും കുടിക്കുന്നുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചുകൊണ്ട് തൊണ്ടയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് മൊത്തത്തിലായിട്ട് പോയായിരുന്നു കേട്ടോ. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും എൻ്റെ സൗണ്ട് തീരെ ഇല്ലായിരുന്നു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് പോലും. പിന്നെ കിടക്കുന്നതിന് മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർബിൾ കേക്കും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രെയിൻ ജേണിയിൽ ഞാൻ ഇത്രയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ബായ്.